തൃപ്പൂണിത്തുറ ചാത്താരി എന്ന ദൈവം ഈ രാവിലെ സമയം ഈ ടീമംഗങ്ങൾ ഇവിടെ എത്തിച്ചത് ഈ ദേശത്തോട് ദൈവത്തിനൊരു സദ്വാർത്ത അറിയിക്കുവാനുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവം മനുഷ്യരായിരിക്കുന്ന നമ്മോടുകൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു കാര്യത്തിന്റെയും അവസാനം എന്തെന്ന് അറിയുവാൻ വളരെ ആഗ്രഹമുള്ളവരാണ് മനുഷ്യരായ നാം. വിശുദ്ധ വേദ പുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ ഈ യുഗം അവസാനിക്കും. ഇതുമായി ബന്ധപ്പെട്ടതാണ് ഈ ടീം അംഗങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട 15-20 മിനിറ്റ് സമയങ്ങൾ ഈ സന്ദേശം ശ്രവിക്കുവാൻ വളരെ താഴ്മയോടുകൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. മനോഹരമായ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നാമൂത്തും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൂത്തും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദരാ, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദരാ, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൂത്തും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ.
നേടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാല വഹിച്ചിടാം താന്നുകം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക നാഥം കാൽച്ചുവടിലേ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രനായി ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാല വഹിച്ചിടാം താന്നുകം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക നാഥൻ കാൽച്ചുവടിലേ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രനാ നാമൂട്ടും ഭരണങ്ങൾ തൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശ്വരോട് നിത്യമാം രാജാവാ രാജാധിരാജൻ കീഴേ പ്രിയരേ ഒരുങ്ങുക പറവാനിനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശ്വരോട് നിത്യമാം രാജാവായി രാജാധിരാജൻ കീഴേ പ്രിയരേ ഒരുങ്ങുക പറവാനിനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. അത്യുന്നതനായ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറു കണികയായ ഈ ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നായ ഏഷ്യ വൻകരയിലെ പല രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യ മഹാരാജ്യത്തെ സ്റ്റേറ്റുകളിലൊന്നായ കേരളം, ആ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഈ തൃപ്പൂണിത്തുറയിലെ ചെറിയ ഒരു ഭാഗം, ആ ഭാഗത്തോട് ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവത്തിന്റെ മാനവ രാശിയെ കുറിച്ചുള്ള സന്ദേശം എന്തെന്ന് അറിയിക്കുന്ന ഒരു ടീമാണ് ഇപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്നത്. രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന പുൽക്കൊടിക്ക് തുല്യമായ മനുഷ്യ ജീവിതത്തോട് മരണമില്ലാത്ത അത്യുന്നതനായ ദൈവത്തിന് പറയുവാനുള്ള സന്ദേശമാണ് ഏതാനും മിനിറ്റുകൾ കൊണ്ട് നിങ്ങളെ അറിയിച്ചുകൊടുന്ന് കടന്നു പോകുന്നത്. നാളെ ഞാനിത് അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് പറയുവാൻ ആരും ഇടയാകരുത്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, രാജത്വത്തിന്റെ സുവിശേഷം സർവരാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോടെ അറിയിക്കപ്പെടും, അതോടെ യുഗം അവസാനിക്കാം. എന്താണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം? ആരാണ് ഇത് പ്രസംഗിച്ചു പറഞ്ഞത്? പ്രിയ സഹോദരങ്ങളെ, ഇത് പ്രസംഗിച്ചു പറഞ്ഞത് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്.
എന്താണ് രാജ്യത്തെ സുവിശേഷ സന്ദേശം? അത്യുന്നതനായ സർവസ്വ പിതാവ് യേശുക്രിസ്തുവിന്റെ നമ്മളുടെയും പിതാവായ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ അത്യുന്നതനായ ദൈവം നമ്മളോട് ഒരുമിച്ച് താമസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നും തന്റെ കുടുംബത്തിലേക്ക് നമ്മളെ തന്റെ മക്കളായി ക്ഷണിക്കുന്നുവെന്നും ആ ക്ഷണം സ്വീകരിക്കുവാൻ താല്പര്യമുള്ളത് ദൈവവിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതവും മാനസാന്തരത്തിലൂടെ ശുദ്ധീകരണത്തിലൂടെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു ആഹ്വാനവുമാണ് ഈ രാജത്വത്തിന്റെ സുവിശേഷത്തിലൂടെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മാനവരാശിയോട് അറിയിച്ചത്. ചുരുക്കി പറഞ്ഞ രാജത്വ സുവിശേഷം എന്ന് പറയുന്നത് ഒരു ഇൻവിറ്റേഷനാണ്. ദൈവത്തിന്റെ കുടുംബത്തിൽ ദൈവത്തോടുകൂടെ ജീവിക്കാൻ, ദൈവം തലവനായി, ദൈവം ഗൃഹനാഥനായി ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള, ദൈവം മക്കളായി ജീവിക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ ദൈവം നമുക്ക് തരികയാണ്. മനുഷ്യരോടുകൂടെ, അത് മരണമുള്ള മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന, ജയിക്കുകയും മരിക്കുകയും ചെയ്യുന്ന മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള നമുക്ക് മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ദൈവം ഈ ഭൂമിയിൽ അറിയിക്കുന്ന ഇൻവിറ്റേഷനാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് സ്വീകരിക്കാം, നമുക്ക് വേണ്ടെങ്കിൽ തള്ളിക്കളയാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത്, പ്രസംഗിക്കുന്ന ഞങ്ങളും ആഗ്രഹിക്കുകയാണ്, നമ്മൾ യേശുക്രിസ്തുവിലൂടെ സ്വർഗസ്ഥനായ പിതാവ് അറിയിച്ച ഈ സന്ദേശം സ്വർഗീയ പിതാവുമായി ക്രിസ്തുവിലൂടെ ഒന്നായി ചേർന്നുകൊണ്ട് ഒരു കുടുംബമായി തീരുവാനുള്ള ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. ഈ കുടുംബം പ്രപഞ്ചത്തിന്റെ വാഴുന്ന കുടുംബമാണ്. അങ്ങനെ ഈ കുടുംബത്തിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ക്രിസ്തു ഇങ്ങനെ തുടരുന്നു. കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ക്രിസ്തുവോടുകൂടെ ഈ ലോകം വാഴുന്ന ഗവൺമെന്റിലെ ഭരണാധികാരികളായി നമ്മളെയും ക്ഷണിക്കുകയാണ്. പാട്ടുകാരൻ അല്പം മുമ്പ് പാടിയതുപോലെ നാം ഊട്ടുന്ന എല്ലാ ഭരണങ്ങളും ഒടുങ്ങുകയാണ്. നമ്മെ ഊട്ടുന്ന ദൈവരാജ്യം ഇതാ വാഴുവാൻ പോവുകയാണ്. ആ ദൈവരാജ്യം ദൈവത്തിന്റെ കുടുംബമാണ്. ഈ യൂണിവേഴ്സിലെ വാഴുന്ന ഗവൺമെന്റ് കൂടെയാണ്. എന്റെ പ്രിയ സഹോദര സഹോദരി, മരണമുള്ള നമുക്ക്, ഇതാ മർത്യതയുള്ള നമുക്ക്, ദ്രവത്വമുള്ള നമുക്ക് ഇതിനേക്കാൾ വലിയ ഓഫർ എന്താ കിട്ടാനുള്ളത്? മനുഷ്യരോടുകൂടെ ജീവിച്ച് ഇന്ന് ജനിച്ച് നാളെ മരിച്ചു പോകുന്ന നമുക്ക് മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിപ്പാൻ, ദൈവ കുടുംബത്തിലെ ദൈവ മക്കളായി തീരുവാൻ, ഭൂമിയിലെ രാജാക്കന്മാരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന ഈ ഇൻവിറ്റേഷൻ യേശുക്രിസ്തു നിങ്ങളെ അറിയിച്ചതുപോലെ, തന്റെ ശിഷ്യന്മാർ നിങ്ങളെ അറിയിച്ചതുപോലെ, ഇപ്പോൾ ഇതാ ദൈവത്തിന് പകരക്കാരായി ദൈവം ഞങ്ങളിലൂടെ, ഇതാ യേശുക്രിസ്തുവിലുള്ള ഞങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. ക്രിസ്തുവിലൂടെ ദൈവത്തോട് നിരന്നുകൊള്ളുവേ, ദൈവവുമായി ഒന്നായിക്കൊള്ളുവേ. യേശു ഇങ്ങനെ പറഞ്ഞു, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളുമായി ഒന്നാകണം, ഒരു കുടുംബമായി മാറണം. ആ സന്ദേശം പ്രിയ മക്കളെ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതം നോക്കി ഈ ഭൂമിയിൽ ജനിച്ചു, ഇതാ ഇവിടെ നഴ്സറിയിൽ അല്ലെങ്കിൽ LKG UKG പോയി 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചു, പ്ലസ് ടു കഴിഞ്ഞു, ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG സമ്പാദിച്ചു, IELTS മേടിച്ചു, പലതും പഠിച്ചു. നമ്മൾ ഓരോരുത്തരും ഓരോ ജോലിക്കും ഓരോ ബിസിനസിനും കയറി, എല്ലാം നല്ല കാര്യം, പണിയെടുത്ത് ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ പുസ്തകമായ വിശുദ്ധ ബൈബിൾ പറയുന്നത്. എന്നാൽ അധിക താമസിയാതെ പണിയെടുക്കുവാൻ കഴിയാതെ കട
നടത്തി, ഓഫീസിൽ പോയി, ബിസിനസ് ചെയ്തു. എന്നാൽ മരണം നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അധികം നമുക്ക് നടക്കാൻ പറ്റത്തില്ല, നമ്മുടെ കാലുകൾ തളരും, അധികം നമുക്ക് കാണാൻ പറ്റത്തില്ല, നമ്മുടെ കണ്ണുകൾ മങ്ങും, അധികം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല, നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും. അങ്ങനെ ക്ഷയിച്ച് മരണം നമ്മളെ പിടികൂടി. നമ്മുടെ പിതാക്കന്മാരെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിയതുപോലെ മരണം നമ്മളെ മാറ്റിക്കൊണ്ടുപോകുന്നതിന് മുമ്പ്, മരണം നിന്നെ മാറ്റുന്നതിന് മുമ്പ് നീ ദൈവ കുടുംബത്തിലേക്ക് മാറുക. മോനെ, നീ ആരായിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, ഇതാ എഞ്ചിനീയർ ആകട്ടെ, ഡോക്ടർ ആകട്ടെ, ഇതാ പെട്ടിക്കട നടത്തുന്ന വ്യക്തിയാകട്ടെ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തിയാകട്ടെ, മരണത്തിന് നിന്നോട് യാതൊരു റെസ്പെക്റ്റും ഇല്ല. നിന്റെയും എന്റെയും ഗവൺമെന്റിന്റെ കയ്യിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കയ്യിലും മരണത്തെ മാറ്റുവാൻ ഒരു പാരസെറ്റാമോൾ ഗുളികകളുമില്ല. നമ്മളുടേതായ ഇവിടുത്തെ ആന്റിബയോട്ടിക്കുകൾക്കോ മെഡിക്കൽ കോളേജുകൾക്കോ രാഷ്ട്രീയ സംഘടനകൾക്കോ ശാസ്ത്രത്തിന് മരണത്തെ മാറ്റുവാൻ കഴിയുകയില്ല. എന്നാൽ മരണം നിന്നെ മാറ്റുന്നതിന് മുമ്പ് നാം ദൈവ കുടുംബത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് മാറുവാനുള്ള ആഹ്വാനം പ്രിയമക്കളെ നിങ്ങളേവരെയും അറിയിക്കുകയാണ്. ഇവിടെ കട നടത്തുന്ന, ഓട്ടോറിക്ഷ ഓടിക്കുന്ന, വണ്ടി ഓടിക്കുന്ന നിങ്ങളുടെ പണികളെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു. ജോലി ചെയ്ത് ആഹാരം കഴിക്കണം. പക്ഷെ അധിക ദിവസം നിനക്ക് കടലെത്താൻ കഴിയില്ല, അധിക ദിവസം നിനക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ കഴിയില്ല, അധിക ദിവസം നിനക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല. മരണം നിന്നെ മാറ്റും. എന്നാൽ ഇവിടെ പറയുന്ന സന്ദേശം, മരണം നിന്നെ മാറ്റുന്നതിന് മുമ്പ് ഈ സുവിശേഷ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് സ്വർഗീയ കുടുംബത്തിലെ പൗരത്വം HPR ഹെവൻലി പെർമനന്റ് റെസിഡൻസ് പ്രാപിപ്പാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇതാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന സുവിശേഷം. ഇത് അറിയിച്ച വ്യക്തിയാണ് യേശുക്രിസ്തു. ഇനി സുവിശേഷത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുക, എനിക്ക് താല്പര്യമുണ്ട്, മരണമുള്ള മനുഷ്യരോടുകൂടെ ജീവിച്ച് ഇവിടെ പണിയെടുത്ത് അവസാനം പണിയെടുക്കാൻ കഴിയാതെ മരണം പിടിച്ച് ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി കുറച്ചു നാൾ മനുഷ്യന്റെ വർക്ക്ഷോപ്പായി ആശുപത്രിയിലും കടന്ന് മരിച്ചു പോകുന്ന ഈ ജീവിതത്തിൽ നിന്ന് മരണം ഞങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ദൈവ കുടുംബത്തിലേക്കുള്ള ദൈവരാജ്യ സുവിശേഷത്തിന് ഇൻവിറ്റേഷൻ സ്വീകരിക്കാൻ താല്പര്യമുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, പ്രിയമകനെ, പ്രിയമകളെ, ആദ്യം അറിയിക്കട്ടെ, ഈ ലോകത്തിൽ നമ്മളെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു മാർഗവുമില്ല. ഒരു ഗവൺമെന്റിന്റെ കയ്യിലില്ല, ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിലില്ല. ഇൻഷുറൻസ് കമ്പനിക്കാർ പറയുന്നത് നിങ്ങൾ മരിച്ചാൽ വല്ലതും തരാമെന്നാണ്. എന്നാൽ മരണത്തിനുള്ള നീക്കുപോക്ക് ഇവിടെ ആരുടെയും കയ്യിലില്ല. സ്കൂളിലോ കോളേജിലോ ആന്റിബയോട്ടിക്കുകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്നെ നമുക്ക് മരണത്തിനുള്ള നീക്കുപോക്കോടെ ഒരുക്കിയിട്ടുണ്ട്. അത് തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ്. നാം എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിൾ പറയുന്ന പാപത്തിന്റെ ശമ്പളമാണ് മരണം. മനുഷ്യന് പാപത്തിൽ നിന്ന് സ്വയമേ മോചനം പ്രാപിക്കുവാൻ കഴിയുകയില്ല. പാപത്തിന്റെ പരിഹാരം ശമ്പളമാണ് മരണം. നമ്മളെ പാപം നിമിത്തം ഈ ലോകമെന്ന ജയിലിൽ, പിശാചെന്ന ജയിലറുടെ കീഴിൽ പെട്ടുപോയ നമ്മളെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും തനിക്ക് പറയാനുള്ള സന്ദേശം തന്റെ പുത്രനായ ക്രിസ്തുവിനോട് 3 വർഷം മാനവജാതിയോട് അറിയിക്കുകയും തുടർന്ന് മാനവരാശി ഇറക്കുന്ന പാപനിമിത്തമുള്ള മരണമെന്ന ജയിലിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ തന്റെ പുത്രനായ ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തന്റെ അവസാന തുള്ളി രക്തം വരെയും മാനവജാതിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു. തന്റെ പാപത്തിന് വേണ്ടിയല്ല, എന്നെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി, എന്നെയും നിങ്ങളെയും മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും ലോകമെന്ന ജയിലിൽ നിന്നും പിശാചിന്റെ കീഴിൽ നിന്ന് യേശു കാൽവറി ക്രൂശിൽ യാഗമായി എന്ന നഗ്നസത്യം ഇതാ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ നഗ്നസത്യം നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ ഈ ദൈവ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചത് സ്വർഗീയ പിതാവ് തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിൽ
അയച്ചുകൊണ്ട് എന്നോട് കാണിച്ച സ്നേഹമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മരിക്കേണ്ട സ്ഥാനത്തിൽ ആ ക്രിസ്തു മരിച്ചിരിക്കുന്നു. ആ ക്രിസ്തു എന്റെ പാപത്തിന് പരിഹാരമാണ് എന്ന് ആ ക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ക്രിസ്തു ദൈവത്തിനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നിന്റെ ജീവിതത്തിൽ നിന്റെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് തുറന്നുള്ള നാളുകളിൽ ആ യേശുവെ തലയായി കർത്താവായി സ്വീകരിച്ച് അനുസരിച്ച് അനുഗമിക്കാൻ പ്രേമകളെ നീ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആർക്കും നിന്നെ വിടുവിക്കാൻ കഴിയാത്ത ആ പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ലോകമെന്ന ജയിലിൽ നിന്ന്, പിശാച് എന്ന ജയിലുകളുടെ കീഴിൽ നിന്ന് നിന്റെ സ്വർഗത്തിലെ നിന്റെ അപ്പൻ സൗജന്യമായി തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ വിടുവിച്ചിരിക്കുന്നു എന്ന് നഗ്നസത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവേ അങ്ങ് ദൈവപുത്രനാണെന്ന്, അങ്ങ് മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് നിന്റെ കർത്താവായി എന്റെ രക്ഷകനായി കടന്നു വരേണമേ. ഈ പാപമുള്ള മരണമുള്ള ഈ ജീവിതത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ച തോന്നുന്ന നാളുകൾ യേശുവെ അനുസരിച്ച് അനുഗമിക്കാൻ പ്രിയമകരെ മകളെ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഇതാ ദൈവം ഒരുക്കിയ അവിശാലമായ ദൈവ കുടുംബത്തിലെ ആ അംഗത്വം, ആ HPR ഹെവൻലി പെർമനന്റ് റെസിഡൻസ് എനിക്ക് നിങ്ങൾക്ക് ലഭ്യമാകാൻ ഇടയാകും. ഞാനും നിങ്ങളും യേശുവോട് കൂടെ സ്ത്രീയ കുടുംബത്തെ ദൈവത്തിന്റെ മക്കളായി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, കൂട്ടവകാശികളായി ഈ ഭൂമിയെ വാഴുന്ന അടുത്ത ദൈവപുത്രന്മാരുടെ ഭരണകൂടത്തിലെ രാജാക്കന്മാരായി തീരുക ദൈവം എന്നെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: രക്ഷയ്ക്കായി വേറൊരു നാമം ഈ ഭൂമിയിൽ നൽകപ്പെട്ടിട്ടില്ല. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ. അതുകൊണ്ട് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് യേശുവെ തലയാക്കി യേശുവെ അനുസരിച്ച് അനുഗമിക്കാം. പ്രിയമകളെ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഈ ദൈവ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ മകനായ ക്രിസ്തുവിന്റെ സഹോദരനായ കൂട്ടവകാശിയായി ഭൂമി വാഴുന്ന ക്രിസ്തുവോട് ഭൂമി വാഴുന്ന രാജാക്കന്മാരിൽ ഒരാളായി കടന്നു വരാമെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഈ കോഴ്സ് ഇതാ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ വൈദ്യപ്പഴപ്പിന്റെ കോഴ്സിന്റെ കീഴിൽ ഇതായിപ്പോയി എന്നുകൊണ്ട് ഇത് ലോകം അറിയുന്നില്ല. എന്നാൽ ഈ വയലിൽ ഒളിച്ചു വെച്ച ദൈവരാജ്യമെന്ന യേശു പ്രസംഗിച്ച നിധിയായ ട്രഷറായ ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. ഈ തൃപ്പാണിത്തറ ദേശത്ത് ഞങ്ങൾ അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് പറയുവാനിടയാകരുത്. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ സഹോദരന്മാർ ഞാൻ നിങ്ങളുടെ അടുക്കൽ 2 നോട്ടീസ് കൊണ്ട് നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതിയാണ്, രാജ്യത്വ സുവിശേഷമാണ്. ദൈവ കുടുംബത്തിലേക്ക് ഇതാ ദൈവത്തിന്റെ മക്കളായി നമ്മളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഈ ഭൂമിയുടെ രാജാക്കന്മാരായി നമ്മളെ തീർക്കുവാനുള്ള ഇതാ ആ ദൈവിക സുവിശേഷം ഞങ്ങളിവിടെ പറഞ്ഞിട്ട് പോയാലും നിങ്ങളത് മറന്നുപോകും. എന്നാൽ ആ പേപ്പറിൽ ട്രാക്റ്റിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് മാഞ്ഞു പോകത്തില്ല. അപ്പൊ തന്നെ വേറെ നോട്ടീസ് കൂടിയുണ്ട്. ഇവിടെ അടുത്ത് തൃക്കാട്ടുപടിയിൽ പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷത്തിലധികമായി പ്രവർത്തിച്ചൊരു ധ്യാന കേന്ദ്രമുണ്ട്. എല്ലാ മാസം ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ആ വചന ധ്യാനം അവിടെ താമസിച്ച് നിങ്ങൾക്ക് ധ്യാനം കൂടാം. നിങ്ങളുടെ ഭക്ഷണവും പാർപ്പിടവും ഒക്കെ അവിടെ തന്നെ. ആ ധ്യാനത്തിലേക്ക് നിങ്ങളെ അവരെ ക്ഷണിക്കുകയാണ്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്നു. അടുത്ത ധ്യാനം 2025 ജനുവരി 6 തീയതി ആരംഭിക്കും. വേറെ അവരെ ക്ഷണിക്കുകയാണ്. ഈ ദൈവരാജ്യ സുവിശേഷത്തെ കുറിച്ച് കൂടുതൽ അറിയുക നിങ്ങൾക്ക് അതിലൂടെ സഹായകരമാകും. മാത്രമല്ല ജീവിതത്തിൽ തളർന്നും തകർന്നും വിഷമിച്ചും ഒക്കെ ഇരിക്കുന്ന, സുവിശേഷം അറിയാതെ ഇരിക്കുന്ന, സുവിശേഷം അറിഞ്ഞിട്ട് ദൈവരാജ്യ സുവിശേഷം എന്താണെന്ന് അറിയാതെ ഇരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ദൈവരാജ്യ സുവിശേഷം എന്താണെന്ന് പഠിക്കുവാനുള്ള ഒരു നല്ലൊരു അവസരം കൂടിയാണ്. അതുകൊണ്ട് ദൈവദാസന്മാരെ സുവിശേഷം അറിയിക്കുന്നവരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. മാത്രമല്ല പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ ലോകത്തിന്റെ തിരക്കിലും ലോകത്തിന്റെ ബഹളത്തിലും ഒക്കെ അപ്പെട്ട് വലിഞ്ഞു പോയ നമുക്ക് അല്പനേരം ദൈവത്തോടു കൂടി ഇരിക്കാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കി തരികയാണ്. ആ മൊബൈലൊക്കെ ഓഫ് ചെയ്ത് എല്ലാ ഓളങ്ങളും ഓഫ് ചെയ്ത് സൃഷ്ടാവോടുകൂടെ അല്പ ദിവസങ്ങളിൽ ഇരിപ്പാൻ ദൈവം ഒരുക്കുന്ന അവസരമാണ്. നിങ്ങൾ ഏവരെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ നോട്ടീസിന്റെ താഴെ ഞങ്ങൾ ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ വിളിക്കുന്നുവെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതാ ഞങ്ങളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിങ്ങളുടെ മുമ്പിൽ ചെയ്തിരിക്കുകയാണ്. അടുത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. വിശുദ്ധ ഇങ്ങനെയാണ് പറയുന്നത്: ഇത് ദൈവം ഞങ്ങൾ മുഖാന്തരം സംസാരിക്കുകയാണ്. നേരത്തെ സംസാരിച്ചത് യേശു ക്രിസ്തുവാണ്. എന്നാൽ ക്രിസ്തുവിന് പകരം സ്ഥാനപതികളായി ഞങ്ങൾ നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ,
ഈ മഹാപ്രപഞ്ചത്തിന്റെ അങ്ങയുടെ ഉടമസ്ഥതയിലുള്ള മഹാപ്രപഞ്ചത്തിന്റെ ചെറുകണികയായ ഭൂമിയിലെ അനേക വൻകരകളിൽ ഒരു രാജ്യമായ ഇന്ത്യയിലെ അനേക സ്റ്റേറ്റുകളിൽ ഇതാ ഒരു സ്റ്റേറ്റായ കേരളത്തിലെ പല ജില്ലകളിൽ ഒരു ജില്ലയായ എറണാകുളത്തിലെ ഈ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന ഈ ദേശത്ത് ഞങ്ങൾ അങ്ങേ അറിയിച്ചിരിക്കുന്നു, അങ്ങയുടെ പുത്രനായ ക്രിസ്തുവെ അറിയിച്ചിരിക്കുന്നു. പ്രിയ നല്ല പിതാവേ, ഈ ജനം അങ്ങാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സാക്ഷ്യം കഥാവേ ഈ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ക്രിസ്തുവിൽ അങ്ങുമായി ഒന്നായി തീരുവാൻ, ഒരു കുടുംബമായി തീരുവാൻ ഈ മക്കളെ സഹായിക്കണമേ. ഇവരുടേതായ എല്ലാ ഭൗതിക വിഷയങ്ങളുടെ മേലും അങ്ങയുടെ മഞ്ഞും മഴയും അയക്കണം. ഈ ദേശക്കാരുടേതായ സ്ഥാപനങ്ങളുടെ മേൽ, കടകളുടെ മേൽ, ജോലികളുടെ മേൽ, ബിസിനസിന്റെ മേൽ, ഇവരുടെ കുടുംബ ആവശ്യങ്ങളുടെ മേൽ എല്ലാം അങ്ങയുടെ കരങ്ങൾ പെട്ടായിരിക്കണം. ഇവരുടെ മക്കളെയും ഇവരുടെ തലമുറകളെയും ഇവരുടെ മാതാപിതാക്കന്മാരെയും എല്ലാവരും അനുഗ്രഹിക്കുന്ന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ. പ്രിയ നല്ല പിതാവേ, സർവ്വമഹത്വം ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. നന്ദി, നമസ്കാരം.